അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒട്ടുമിക്ക ആൾക്കാർക്കും ഇഷ്ടമല്ലാത്തൊരു സംഭവമാണ് പുട്ട്. അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടാണ് നമ്മളിന്നിവിടെ പുട്ട് റെഡിയാക്കി എടുക്കുന്നത്. ഞാനിവിടെ വെർമിസെല്ലി വെച്ചിട്ട് നമ്മളിവിടെ പുട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വെർമിസെല്ലി വെച്ച് നമുക്ക് ഉപ്മാവ് റെഡിയാക്കി എടുക്കാം, അതേപോലെ പായസം, ഡെസേർട്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ്, വളരെ സിമ്പിളായിട്ടും അതേപോലെ ഓഫീസിലൊക്കെ പോകുന്നവർക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പുട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതവിടെ ഒരു പാക്കറ്റ് വെർമിസെല്ലി എടുത്ത് വെച്ചിട്ടുണ്ട്. റോസ്റ്റഡ് ആണ്. 250 ml കപ്പിൽ 1 കപ്പ്. ഇതാ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനിലേക്ക് ഒരല്പം വെള്ളം വെച്ചൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ. ഇനി ഇതിലേക്ക് നമുക്ക് സേമിയ ഇട്ട് കൊടുക്കാം. സേമിയ ഒരു 3/4% ഒന്ന് റെഡിയായി വരട്ടെ. അപ്പോൾ ഇതാ നമ്മൾ സേമിയ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മളിതിലേക്ക് ഇപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല. സേമിയ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് വെന്ത് ഇതേപോലെ ഉടഞ്ഞു പോവാത്ത രീതി നമ്മളിങ്ങനെ കൈ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സെൻറ്റർ ഇങ്ങനെ പൊട്ടി വരുന്ന ആ ഒരു രീതിയിൽ മാത്രമായി വരുമ്പോൾ നമുക്കിതൊന്ന് മാറ്റി കൊടുക്കാം. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് ഇനി അത് ഒരു സ്റ്റെയിനറിലേക്ക് നമുക്കിതൊന്ന് മാറ്റി കൊടുക്കാം. ഇനി ഇതിൻ്റെ മീതെ നമ്മൾ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മളിതാ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ ആ ഒരു സ്റ്റാർച്ച് ഒന്ന് മാറി വരാൻ വേണ്ടി, ഒന്ന് വേറിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഒരു 5 മിനിറ്റ് ഇതൊന്നും ഇവിടെ ഇരുന്ന് നല്ല പോലെ ഒന്ന് വെള്ളം ഒന്ന് വാർന്ന് വരട്ടെ. നമ്മളിതിലേക്കുള്ള തേങ്ങ നമുക്കൊന്ന് ചെരുവിയെടുക്കാം. സേമിയ നല്ല പോലെ വെള്ളമൊക്കെ നല്ല പോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്ത് ഒരല്പം അരിപ്പൊടി നമുക്ക് ഇതിൻ്റെ മീതെ ഒന്ന് ഇട്ട് കൊടുക്കാം. സേമിയ ഞാൻ ഇതേപോലെ ഒരു പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റി കൊടുത്തിട്ടുണ്ട്. നമ്മൾ വറുത്തെടുത്ത അരിപ്പൊടിയാണ്. ഇടിയപ്പം, പത്തിരി ഉണ്ടാക്കുന്ന പൊടി. നമുക്ക് ഏത് പൊടിയായാലും കുഴപ്പമില്ല, മൈദ ആയാലും കുഴപ്പമില്ല. നമ്മളിത് ഒന്ന് വേറിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ അങ്ങ് കൈവച്ച് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമ്മൾ പുട്ടും കുറ്റിയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല പോലെ അങ്ങ് കട്ട പിടിച്ച് വന്നോളും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ അങ്ങ് ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മൾ കൈവച്ച് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്ത പൊടി നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഇതേപോലെ സ്റ്റെയിനറിലേക്കൊന്ന് ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് കുടഞ്ഞെടുക്കുക. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത ആ ഒരു പൊടി എക്സ്ട്രാ അങ്ങോട്ട് മാറി വന്നോളൂ. ഇനി ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കുക. നമ്മൾ സാധാരണ നമ്മൾ അയച്ചെടുക്കുന്ന പോലെ ഒന്ന് ഇതേപോലെ തട്ടി കൊടുത്താൽ മതി. നമ്മളിതിൻ്റെ മുന്നേ സേമിയം വെച്ചിട്ട് അടിപൊളി മിച്ചറിൻ്റെ റെസിപ്പി ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഇതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതേപോലെ അങ്ങ് ചെയ്തെടുക്കുക. ഇത്രയും മതി. നമ്മൾ ഇട്ട് കൊടുത്ത ആ ഒരു പൊടി. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു മുറി തേങ്ങ നമ്മൾ ചിരവി എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഞാനിതൊന്ന് ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതാ നമ്മൾ തേങ്ങ മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ പഴം നമ്മളൊന്ന് മുറുക്കിയിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര, നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് ഏലക്കായുടെ പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പൊന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം. വളരെ കുറച്ച് മതി. അവിടെ ഇവിടെ ആയിട്ട് വന്നിട്ട് കൈവച്ചെല്ലാം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതേപോലെ കുടഞ്ഞെടുത്താലും മതി. ഇനി നമ്മൾ ഇതേപോലെ പുട്ടുകുറ്റി എടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ ഫസ്റ്റ് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കും. ഇതിലേക്ക് പഴം, ഇതിലേക്ക് സേമിയ. സാധാരണ പുട്ട് ചെയ്തെടുക്കുന്ന പോലെ 3 ഇതിൽ ഇതൊന്ന് ഇതേപോലെ അങ്ങ് ലോക്ക് ചെയ്തിട്ട് ഞാൻ അത് കുക്കറിൻ്റെ മീതക്കാണ് വെച്ച് കൊടുക്കുന്നത്. കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് റെഡിയായി വരും. നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് അങ്ങ് നല്ല ഇതേപോലെ അങ്ങ് തട്ടിയെടുക്കാം. നല്ല
നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. രണ്ടാമത്തോ നമുക്കൊന്ന് ഇതേപോലെ ചെയ്തെടുക്കാം. സേമിയ പുട്ട് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ സേമിയ വെച്ചിട്ട് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പുട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. അതേപോലെ ഓഫീസിലൊക്കെ പോകുന്നവർക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും. വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാം. അതേപോലെ അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.